ഹായ്, അടുത്ത് പഠിക്കാൻ പോകുന്നത് കോഷീസ് റെസിഡ്യൂ തിയറമാണ്. അതായത് ലെറ്റ് എഫ് ഇസെഡ് ബി അനാലിറ്റിക് ഇൻസൈഡ് ആൻഡ് ഓൺ എ സിമ്പിൾ ക്ലോസ്ഡ് പാത്ത് സി എക്സെപ്റ്റ് ഫോർ ഫൈനൈറ്റ്ലി മെനി സിംഗുലർ പോയിന്റ്സ് z1, z2, etc. zn inside C. Then integral over C f(z) dz equal to 2 pi I into sum of the residues. അതായത് f(z) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അനാലിറ്റിക് ഇൻസൈഡ് എ ക്ലോസ്ഡ് പാത്ത് സി. f(z) be an analytic function inside a closed path C except for finitely many singular points. കുറച്ച് സിംഗുലർ പോയിന്റ്സ് ഉണ്ട് ഇതിനകത്ത് തന്നെ z1, z2, z3 ഇങ്ങനെ കുറച്ച് സിംഗുലർ പോയിന്റ്സ് ഇതിനകത്ത് തന്നെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി f(z) dz എന്താണ്? 2 pi I into sum of the residues. ഈ സിംഗുലർ പോയിന്റ്സിലെ ആരൊക്കെയാണോ ഈ കോണ്ടൂറിനകത്തുള്ളത് നോക്കിയിട്ട് അതിന്റെയൊക്കെ റെസിഡ്യൂസ് കണ്ടുപിടിച്ചിട്ട് സം ഓഫ് ദ റെസിഡ്യൂ എടുത്തിട്ട് ഇൻറ്റു 2 pi I ആണ് ഇന്റഗ്രൽ വാല്യൂ. നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുന്നില്ല. അപ്പൊ എന്താണ് പറയുന്നത്? f(z) is an analytic function inside a closed path C except for finitely many singular points z1, z2, z3, etc. zn inside C. Then integral over C f(z) dz equal to 2 pi I into sum of the residues. ഇനി നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് നോക്കാം. First question is evaluate integral over C cos pi z square by z minus 1 into z minus 2 dz where C is mod z equal to 3. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് കാർഷീസ് റെസിഡ്യൂ തിയറം യൂസ് ചെയ്തും ചെയ്യാം, കാർഷീസ് ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തും ചെയ്യാം. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ കാണും എന്ത് തിയറം യൂസ് ചെയ്യണമെന്ന്. യൂസിങ് കാർഷീസ് റെസിഡ്യൂ തിയറം ആണെങ്കിൽ ഇത് യൂസ് ചെയ്താലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. യൂസിങ് കാർഷീസ് ഇന്റഗ്രൽ ഫോർമുല ആണെങ്കിലോ നേരത്തെ പഠിച്ച ഫോർമുല യൂസ് ചെയ്താലേ മാർക്ക് കിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കുക. അപ്പൊ ഇവാലുവേറ്റ് എന്ന് മാത്രമേ ഉള്ളൂവെങ്കിൽ നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഏത് തിയറം എന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇവിടെ എന്താണ്? ഫസ്റ്റ് ഫൈൻഡ് ദ സിംഗുലർ പോയിന്റ്സ്. ഹിയർ ദ സിംഗുലർ പോയിന്റ്സ് ആർ, ആരൊക്കെയാണ് സിംഗുലർ പോയിന്റ്സ്? ഹിയർ സിംഗുലർ പോയിന്റ്സ് ആർ z equal to 1 and z equal to 2 അല്ലേ? z minus 1 ന് 0 വരാം, z minus 2 ന് 0 വരാം. അപ്പൊ z equal to 1 ഉം z equal to 2 ആണ് സിംഗുലർ പോയിന്റ്സ്. ഇത് രണ്ടും എന്താണ്? z equal to 1 ഉം 2 എന്താണ്? സിമ്പിൾ പോൾസ് അല്ലേ? രണ്ടും സിമ്പിൾ പോൾസ് ആണ്. സിമ്പിൾ പോൾസ് എങ്ങനെ പറഞ്ഞു? z മൈനസ് 1 അത് അപ്പൊ z equal to 1 ഒരു തവണയേ ഉള്ളൂ, അപ്പൊ സിമ്പിൾ പോൾ ആണ്. z മൈനസ് 2 0 വരിക എന്ന് പറഞ്ഞാൽ z equal to 2 അതും ഒരു തവണയേ ഉള്ളൂ. അപ്പൊ ദീസ് ആർ സിമ്പിൾ പോൾസ്. നമ്മുടെ കോണ്ടൂർ എന്താണ്? അവർ കോണ്ടൂർ ഈസ് മോഡ് z equal to 3. അതെന്താണ്? വിച്ച് ഈസ് എ സർക്കിൾ വിത്ത് സെന്റർ 0 0 ആൻഡ് റേഡിയസ് 3. സർക്കിൾ വിത്ത് സെന്റർ 0 0 റേഡിയസ് 3. അപ്പൊ 3 റേഡിയസ് ഉള്ള 0 0 സെന്റർ ഉള്ള ഒരു സർക്കിൾ ആണ്. ഈ സർക്കിളിനകത്ത് തന്നെയല്ലേ ഈ രണ്ട് പോയിന്റും 1 ഉം 2 ഉം? 3 റേഡിയസ് ഉള്ള ഒരു സർക്കിളിനകത്ത് തന്നെയാണ് z equal to 1 ഉം 2 ഉം. These point lies inside the contour C. These points അതായത് 1 ഉം 2 ഉം lies inside the contour C. അല്ലേ? രണ്ട് പോയിന്റ്സും നമ്മുടെ കോണ്ടൂറിനകത്താണ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ റെസിഡ്യൂ തിയറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. We have to find the residue at z equal to 1, then residue at z equal to 2, then adding these two. എന്ത് ചെയ്യാം? First we have to find residue at z equal to 1. f of z എന്ത് വരും? ന്യൂമറേറ്റർ ബൈ cos pi z square by ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എങ്ങനെ കണ്ടുപിടിക്കും? യൂസിങ് പ്രോഡക്റ്റ് റൂൾ. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ z മൈനസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് 1 പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ z മൈനസ് 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 1 പോയിന്റ് z ഈക്വൽ ടു 1. ഇതല്ലേ? ന്യൂമറേറ്റർ ബൈ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ അറ്റ് പോയിന്റ് z ഈക്വൽ ടു 1. എന്ത് വരും? z 1 കൊടുത്താൽ മതി. കോസ് പൈ ബൈ ഇവിടെ 1 കൊടുക്കുമ്പോൾ ഇത് 0 ആണ്. ഇവിടെ എന്ത് വരും? മൈനസ് 1. വാട്ട് ഈസ് കോസ് പൈ? മൈനസ് 1 ബൈ മൈനസ് 1. ആൻസർ ഈസ് 1. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് residue
ഇസഡ് ഈക്വൽ ടു 2 എഫ് ഓഫ് ഇസഡ്. എന്താണ്? സെയിം പ്രൊസീജിയർ. ന്യൂമറേറ്റർ ബൈ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ കോസ് പൈ ഇസഡ് സ്ക്വയർ ബൈ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇസഡ് മൈനസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് 1 പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇസഡ് മൈനസ് 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 1 പുട്ട് ഇസഡ് ആസ് മൈനസ് 1. അപ്പൊ എന്ത് വരും? കോസ് പൈ ബൈ ഇസഡ് സ്ക്വയർ അല്ലേ മൈനസ് 1, അപ്പൊ കോസ് പൈ തന്നെയാണ് ബൈ മൈനസ് 1 മൈനസ് 1 മൈനസ് 2 അല്ലേ? ഇസഡ് ഈക്വൽ 2 ആണ്. ഇസഡ് ഈക്വൽ 2 അപ്പൊ എന്ത് വരും? കോസ് 4 പൈ കോസ് 4 പൈ ബൈ ഇവിടെ 1 വരും, ഇവിടെ 0 വരും. 1 എന്താണ്? കോസ് 4 പൈ കോസ് 0 പോലെയാണ്, 1 ആണ്. ഈ രണ്ട് പോയിന്റ്സും നമ്മുടെ കോണ്ടൂറിനകത്തല്ലേ? അപ്പൊ എന്താണ് ഫോർമുല? ഈ ഇന്റഗ്രേഷന്റെ വാല്യൂ എന്താണ്? ഈക്വൽ ടു 2 പൈ ഐ ഇൻറ്റു സം ഓഫ് ദ റെസിഡ്യൂ അല്ലേ? 2 പൈ ഐ സം ഓഫ് ദ റെസിഡ്യൂ. അപ്പൊ എന്ത് വരും? 2 പൈ ഐ ഇൻറ്റു എന്താണ് സം ഓഫ് ദ റെസിഡ്യൂസ്? 1 ഉം 1 ഉം 1 പ്ലസ് 1 2. അപ്പൊ ആൻസർ എന്ത് വരും? 4 പൈ ഐ ഇസ് ദ ആൻസർ. ആൻസർ ആയില്ലേ? Second question is evaluate integral over c cos pi z by z square minus 1 dz where c is the rectangle with the vertices 2 plus or minus I minus 2 plus or minus I. First we have to find the singular points. Here the singular points are obtained by putting z square minus 1 equal to 0. Singular points are z square minus 1 equal to 0. Z square equal to 1, Z equal to plus or minus 1. These are simple poles. Here Z equal to plus or minus 1 are simple poles. ഇനി എന്ത് ചെയ്യണം? ഈ രണ്ട് പോയിന്റ്സും നമ്മുടെ കോണ്ടൂറിനകത്താണോ പുറത്താണോ നോക്കണം. അപ്പൊ കോണ്ടൂർ എങ്ങനെ കിട്ടും? ഈ പോയിന്റ്സ് ചേർത്ത് വരയ്ക്കുന്ന ഒരു റെക്ടാങ്കിൾ ആണ്. അപ്പൊ നമുക്ക് കോണ്ടൂർ വരച്ചു നോക്കാം. എക്സ് ആക്സിസ് വൈ ആക്സിസ്. എന്താണ് 2 പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ? ഒരു പോയിന്റ് 2 പ്ലസ് ഐ ആണ്. എന്താണ് 2 പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ? എക്സ് കോർഡിനേറ്റ് 2 ഉം വൈ കോർഡിനേറ്റ് 1 ഉം ആണ്. 2 പ്ലസ് ഐ മീൻസ് എക്സ് കോർഡിനേറ്റ് ഈസ് 2 ആൻഡ് വൈ കോർഡിനേറ്റ് ഈസ് 1. 2 1 എവിടെ വരും? 2 1 ഇവിടെ ഒരു പോയിന്റ് വരും 2 1. അതാണ് 2 പ്ലസ് ഐ. 2 പ്ലസ് ഐ 2 1 വരുന്ന പോയിന്റ്. അടുത്തെന്താണ്? 2 മൈനസ് ഐ means 2 comma minus 1. 2 comma minus 1 എവിടെ വരും? 2 comma minus 1 എവിടെ ആയിട്ട് വരും? 2 minus I. Then minus 2 plus I. Minus 2 plus I is minus 2 comma 1. Minus 2 comma 1 എന്താണ്? minus 2 plus I. ഇനി എന്താണ്? മൈനസ് 2 മൈനസ് ഐ. അപ്പൊ എന്ത് വരും? മൈനസ് 2 മൈനസ് 1. മൈനസ് 2 മൈനസ് 1 റെക്ടാങ്കിൾ ആയില്ലേ? അപ്പൊ ഈ പോയിന്റ് എന്താണ്? മൈനസ് 2 മൈനസ് ഐ ആണ്. ഇങ്ങനെ ഒരു റെക്ടാങ്കിൾ വരച്ചു കഴിഞ്ഞു. നമ്മുടെ സിംഗുലർ പോയിന്റ്സ് ആരൊക്കെയാണ്? ഇസഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ആണ്. അപ്പൊ ഇത് തന്നെ 2 ഉണ്ട്. 2 മൈനസ് 2 അപ്പൊ 1 എവിടെ വരും? 1 മൈനസ് 1. രണ്ടും നമ്മുടെ കോണ്ടൂറിനകത്തല്ലേ? ദി പോൾസ് ആർ ഇൻസൈഡ് ദ കോണ്ടൂർ സി. ദീസ് പോൾസ് ആർ ഇൻസൈഡ് സി. അപ്പൊ ഫിഗർ വരച്ച് നോക്കിയപ്പോൾ നമുക്ക് കിട്ടി ഈ രണ്ട് പോൾസും നമ്മുടെ കോണ്ടൂറിനകത്താണ്. ഇനി എന്ത് ചെയ്യണം? വി ഹാവ് ടു ഫൈൻഡ് ദ റെസിഡ്യൂ അറ്റ് ഇസഡ് ഈക്വൽ ടു 1. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ദ റെസിഡ്യൂ അറ്റ് ഇസഡ് ഈക്വൽ ടു മൈനസ് 1. അതൊക്കെ എന്ത് വരും? റെസിഡ്യൂ z ഈക്വൽ ടു 1 f ഓഫ് z എന്താണ്? ന്യൂമറേറ്റർ ബൈ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ കോസ് പൈ z ബൈ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഈസ് 2z അറ്റ് പോയിന്റ് z ഈക്വൽ ടു 1 ഇതല്ലേ? അപ്പൊ എന്ത് വരും? z ന് 1 കൊടുക്കുകയാണ്. കോസ് പൈ ബൈ 2
cos pi is minus 1, minus 1 by 2. Then residue at z equal to minus 1 f of z. എന്താണ് സെയിം പ്രൊസീജിയർ ആണ്. cos pi z by derivative of denominator 2z at z equal to minus 1. അപ്പോൾ എന്ത് വരും? cos minus pi by minus 2. എന്താണ് cos of minus pi? cos pi തന്നെയാണ്. cos pi by minus 2. cos pi യുടെ വാല്യൂ എന്താണ്? cos pi is minus 1. minus 1 by minus 2 minus 1 by 2 എന്ന് വരും. ഇനി എന്താണ്? രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ സം ഓഫ് ദ റെസിഡ്യൂസ്. സം ഓഫ് ദ റെസിഡ്യൂസ് എന്താണ്? സം ഓഫ് റെസിഡ്യൂസ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ നമ്മുടെ ഈ ആൻസർ എന്ത് കിട്ടി? എന്ത് കിട്ടും? 2 pi I into sum of the residue അല്ലേ? 2 pi I into sum of the residues by Cauchy's residue theorem. sum of residues. അപ്പൊ ആൻസർ എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. അവർ ആൻസർ is 0. Next question is to evaluate integral over c e raised to z by sin z dz where c is mod z equal to 1. What is mod z equal to 1? Mod z equal to 1 is a circle with center 0 0 and radius 1. എന്താണ് സിംഗുലർ പോയിന്റ്? ഹിയർ ദ സിംഗുലർ പോയിന്റ്സ് ആർ ഒബ്റ്റൈൻഡ് ബൈ പുട്ടിംഗ് ഡിനോമിനേറ്റർ ഈക്വൽ ടു 0, സൈൻ z ഈക്വൽ ടു 0. അപ്പൊ z എന്താണ്? n pi. z equal to n pi for n equal to 0 plus or minus 1 plus or minus 2 ഇങ്ങനെ പോവാം. ഏത് വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ z n pi വരുന്നതാണ് സൈൻ 0 വരുന്ന പോയിന്റ്. ഇനി മോഡ് z ഈക്വൽ ടു 1 ആണ്. അപ്പൊ കോണ്ടൂറിനകത്ത് വരുന്ന പോയിന്റ് ഏതായിരിക്കും? ഇസഡിന് 0 വരുമ്പോൾ കിട്ടുന്നത് 0 അല്ലേ? ഇസഡ് ഈക്വൽ ടു 0 മാത്രമാണ് കോണ്ടൂറിനകത്ത്. ഇസഡ് ഈക്വൽ ടു 0 ലൈസ് ഇൻസൈഡ് ദ കോണ്ടൂർ സി. കാര്യം എന്താണ്? മോഡ് ഇസഡ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ സെന്റർ 0 0 വിത്ത് റേഡിയസ് 1. അതിനകത്താണ് ഇസഡ് ഈക്വൽ ടു 0. ഇവിടെ 1 വന്നാലോ ഇസഡ് ഈക്വൽ ടു പൈ എന്ന് കിട്ടും. പൈയുടെ വാല്യൂ 3.14. അതിന് വെളിയിലല്ലേ? 2 കൊടുത്താൽ 2 pi 3 pi ബാക്കി ഏത് വന്നാലും കോണ്ടൂറിന് വെളിയിലാണ്. അപ്പൊ എന്ത് പറയാം? z equal to 0 ലൈസ് ഇൻസൈഡ് ദ കോണ്ടൂർ സി. ഇതൊരു സിമ്പിൾ പോൾ ആണ്. ഇറ്റ് ഈസ് എ സിമ്പിൾ പോൾ. അപ്പൊ എന്താണ് റെസിഡ്യൂ? റെസിഡ്യൂ z equal to 0 f of z. സിമ്പിൾ പോൾ ആണ്. അപ്പൊ എന്ത് വരും? റെസിഡ്യൂ ന്യൂമറേറ്റർ ബൈ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ cos z. Point z equal to 0. That is e raised to 0 by cos 0. e raised to 0 is 1, cos 0 is 1. Our answer is 1. അപ്പൊ റെസിഡ്യൂ കിട്ടിയുള്ളൂ, ആൻസർ കിട്ടിയില്ല. റെസിഡ്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താണ്? ബൈ കാഷീസ് റെസിഡ്യൂ തിയറം ഇന്റഗ്രൽ ഓവർ c f z dz equal to 2 pi I into sum of the residue. 2 pi I into sum of the residue. അപ്പൊ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? ഇ റൈസ് ടു z ബൈ സൈൻ z dz എന്ത് വരും? 2 pi I into ഒരു റെസിഡ്യൂ ഉള്ളോ 1. അപ്പൊ ആൻസർ എന്ത് കിട്ടി? അവർ ആൻസർ ഈസ് 2 pi I. കിട്ടി കഴിഞ്ഞില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ c e റൈസ് ടു z ബൈ cos pi z dz where c is mod z equal to 1. എന്താണ് mod z equal to 1? Mod z equal to 1 is a circle with center 0 0 and radius 1. Here the singular point is obtained by putting denominator equal to 0. Singular point is denominator equal to 0 which is cos pi z equal to 0. എപ്പോഴാണ് cos pi z 0 വരുന്നത്? pi z odd multiple of pi by 2 വരുമ്പോഴാണ്. പ്ലസ് ഓർ മൈനസ് 1 വരാം. പ്ലസ് ഓർ മൈനസ് 2n plus 1 pi by 2 വരാം അല്ലേ? ആ പൈ വെട്ടിക്കളയാലോ. അപ്പൊ z ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2n plus 1 pi by 2. 2n plus 1 by 2. ഇതാണ് നമ്മുടെ സിംഗുലർ പോയിന്റ്സ്. ഇനി ഇതിൽ
0, 1, 2, 3 എക്സെട്ര ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. വേറെ n ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര. എന്നിന് 0 കൊടുക്കുമ്പോൾ കിട്ടുന്നത് പ്ലസ് ഓർ മൈനസ് 1/2 ആണ്. z ഈക്വൽ വെൻ n ഈക്വൽ ടു 0, z ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/2. നമ്മുടെ കോണ്ടൂറിനകത്തല്ലേ 1 റേഡിയസ് ഉള്ള സർക്കിളിനകത്താണ് പ്ലസ് ഓർ മൈനസ് ഹാഫ് എന്നുള്ള പോയിന്റ്. ലൈസ് ഇൻസൈഡ് ദ കോണ്ടൂർ സി, ലൈസ് ഇൻസൈഡ് ദ കോണ്ടൂർ സി അല്ലേ. ദീസ് ആർ സിമ്പിൾ പോൾസ് ആണ്, സിമ്പിൾ പോൾസ് ആണ്. ഇനി എന്നിന് ബാക്കി വാല്യൂസ് കൊടുത്താലോ, എന്നിന് 0 അല്ലാതെ 1, 2, 3 ബാക്കി ഏത് വാല്യൂ കൊടുത്താലും അതെല്ലാം ഈ 1 റേഡിയസിന് വെളിയിലായിരിക്കും. അതായത് 1 എന്നുള്ളതിനേക്കാളും കൂടിയ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. പൈക്ക് 3.14 എന്ന് കൊടുക്കും, പൈ ഇവിടെ ഇല്ല. അപ്പൊ എന്ത് വരും, എന്നിന് 1 വരുമ്പോൾ 3/2 1.5 വരും, വെളിയിലാണ്. 4 കൊടുത്താലോ 5/2 2.5 വരും. എന്നിന് വേറെ ഏത് വാല്യൂ കൊടുത്താലും കോണ്ടൂറിന് വെളിയിലാണ്. അപ്പൊ എന്താണ്, z ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/2 ലൈസ് ഓൺലി ഇൻസൈഡ് ദ കോണ്ടൂർ സി. ഇത് മാത്രമേ കോണ്ടൂറിനകത്തുള്ളൂ, സിമ്പിൾ പോൾ ആണ്. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ദ റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു 1/2 ആൻഡ് z ഈക്വൽ ടു മൈനസ് 1/2. റെസിഡ്യൂ z ഈക്വൽ ടു 1/2 f ഓഫ് z എന്ത് വരും, ന്യൂമറേറ്റർ ബൈ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എന്താണ്, കോസ് പൈ ഇസഡിന് മൈനസ് സൈൻ പൈ ഇസഡ് ഇൻറ്റു ഒരു പൈയും കൂടെ ഉണ്ട്. പോയിന്റ് എന്താണ്, z ഈക്വൽ ടു 1/2 അല്ലേ. അപ്പൊ എന്ത് വരും, e റൈസ് ടു 1/2 ബൈ മൈനസ് പൈ സൈൻ π/2 അല്ലേ. സൈൻ π/2 സൈൻ 90 1 ആണ്. അപ്പൊ എന്ത് വരും, മൈനസ് e റൈസ് ടു 1/2 ബൈ പൈ എന്ന് കിട്ടി, ഒരു പോയിന്റ്. അടുത്ത റെസിഡ്യൂ എന്താണ്, ഇസഡിന് മൈനസ് 1/2 വരുമ്പോഴേ റെസിഡ്യൂ z ഈക്വൽ ടു മൈനസ് 1/2 എഫ് ഓഫ് z എന്താണ്, സെയിം പ്രൊസീജിയർ ആണ്. ന്യൂമറേറ്റർ ബൈ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ അറ്റ് z ഈക്വൽ ടു മൈനസ് 1/2. അപ്പൊ എന്താണ്, e റൈസ് ടു മൈനസ് 1/2 ബൈ മൈനസ് പൈ സൈൻ, ഒരു പൈ ഉണ്ടായിരുന്നു, പൈ z മൈനസ് π/2 എന്ന് വരും. എന്താണ് സൈൻ മൈനസ് π/2?